നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. +2 ഇക്കണോമിക്സ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പോകുന്ന വിഷയങ്ങളുടെ ഓരോ വിഷയങ്ങളുടെയും ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ്, ആ ചാപ്റ്റേഴ്സിൽ നിന്നും എത്ര മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക എന്നുമാണ് നമ്മൾ ഇപ്പോൾ വിലയിരുത്തുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇക്കണോമിക്സ് ആണെന്ന് നമ്മൾ മുൻപ് പറഞ്ഞു. അപ്പോൾ ഇക്കണോമിക്സ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക, അതായത് എത്ര മാർക്കിനാണ് വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ ചാപ്റ്ററാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കേണ്ടതെന്നുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൃത്യമായിട്ട് ഈ പറയുന്ന രീതിയിൽ തന്നെയാണ് നിങ്ങൾ ഈ വിഷയം പഠിച്ചെടുത്ത് പരീക്ഷ എഴുതുന്നതെങ്കിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചാപ്റ്റർ നമുക്കറിയാം, ബുക്ക് രണ്ടെണ്ണമുണ്ട്, മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്. നമ്മൾ ഒരുമിച്ചാണ് പറയുന്നത്. മൈക്രോ എക്കണോമിക്സിൽ 6ാമത്തെ ചാപ്റ്റർ നമുക്ക് ഡിലീറ്റഡ് ആണ്. അതുകൊണ്ട് നമ്മൾ മൈക്രോ എക്കണോമിക്സിൻ്റെ ആദ്യത്തെ 5 ചാപ്റ്റർ തുടർന്ന് മാക്രോ എക്കണോമിക്സിലേക്കും പോകുന്നു. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് ആണ്. ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് 5 മാർക്കിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് അതിൽ നിന്ന് വരാൻ സാധ്യത ഉള്ളത്. അതുപോലെ തന്നെ മൈക്രോ എക്കണോമിക്സിൻ്റെ 2ാമത്തെ ചാപ്റ്റർ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആണ്. തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൽ 15 മാർക്കാണ് അതിന്ന് ചോദ്യം കണക്കാക്കിയിട്ടുള്ളത്. എസ് എ അടക്കം 15 മാർക്കിൻ്റെ ചോദ്യങ്ങൾ അതിൽ നിന്നുണ്ടാകും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പഠിക്കാനുള്ളതിൽ വെച്ച് ഈ മൊത്തം 12 അതായത് 11 ചാപ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യം വരുന്നത് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന മൈക്രോ എക്കണോമിക്സിൻ്റെ 2ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ ഓരോ ചാപ്റ്ററിലും ഏതൊക്കെ ചോദ്യങ്ങളാണ് വരുന്നത് എന്ന് ചാപ്റ്റർ തരംതിരിച്ച് ഞാൻ ഈ വീഡിയോയ്ക്ക് ശേഷം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ആ പറയുന്ന ചോദ്യങ്ങൾ മാത്രമേ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുകയുള്ളൂ, അത് ഗ്യാരണ്ടീഡ് ആണ്. അപ്പോൾ തിയറി ഓഫ് ദ കൺസ്യൂമർ ബിഹേവിയർ 15 മാർക്കിൻ്റെ ചോദ്യമാണ് അതിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3ാമത്തെ ചാപ്റ്റർ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ആണ്. പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന 3ാമത്തെ ചാപ്റ്റർ മൈക്രോ എക്കണോമിക്സിൻ്റെ അതായത് ഉൽപാദനവും ചെലവും എന്ന ചാപ്റ്ററിൽ 13.25 മാർക്കിൻ്റെ ചോദ്യമാണ് കാണുന്നത്. 13.75 മാർക്കിനാണ് ചോദ്യങ്ങൾ അവിടെ ഉണ്ടാവുക. ഇവിടെയും നമുക്ക് ഈ കോസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു എസ്സേ പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു 8 കോളം വരച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം അവിടെ നിന്ന് വരാറുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് അവിടെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന തിയറി വരാറുണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ചില 1-2 പിന്നെ TR, AR, MR പോലുള്ള പ്രോബ്ലംസ് വരാറുണ്ട്. അതൊക്കെ സാധാരണയായിട്ട് കാണുന്ന ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ 4ാമത്തെ ചാപ്റ്റർ തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. പൂർണ്ണ മത്സര കമ്പോളത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ 11.25 മാർക്കാണ് അവിടുന്ന് ഇമ്പോർട്ടൻ്റ് കൊടുത്തിരിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ചാപ്റ്റർ തന്നെയാണ്. 11.25 മാർക്കാണ്. ഓക്കെ, ഇനി അവിടുത്തെ 5ാമത്തെ ചാപ്റ്ററാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ 7.5 മാർക്കാണ് അവിടുന്ന് ചോദ്യം വരാൻ സാധ്യത ഉള്ളത്. 7.5 മാർക്കിൻ്റെ ചോദ്യം മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ നിന്നുണ്ടാകും. അടുത്ത മാക്രോ എക്കണോമിക്സിലേക്ക് പോവുകയാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന 1ാമത്തെ ചാപ്റ്ററിൽ 5 മാർക്കിൻ്റെ ചോദ്യം അവിടെ നിന്ന് കാണാം. അത് നമ്മുടെ മൈക്രോ എക്കണോമിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ 5 മാർക്കിൻ്റെ ചോദ്യം തന്നെയാണ് കണ്ടത്. ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സിലും 5 മാർക്ക് തന്നെയാണ് സാധ്യത കാണുന്നത്. ദെൻ മാക്രോ എക്കണോമിക്സിൻ്റെ 2ാമത്തെ ചാപ്റ്ററാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. അവിടെ നമുക്ക് 12.5 മാർക്കിന് ചോദ്യം വരുന്നു. അതിൽ ഒരു എസ്സേ 100% ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ഒരു എസ്സേ വരും. അതുപോലെ തന്നെ ചില കാൽക്കുലേഷൻസുകൾ ഉണ്ട്. അതുപോലെ നമുക്കറിയാം ഈ ചില പ്രോഡക്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യും. അപ്പോൾ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന മാക്രോ എക്കണോമിക്സിൻ്റെ 2ാമത്തെ ചാപ്റ്റർ 12.5 മാർക്കിൻ്റെ ചോദ്യമാണ് വരാൻ സാധ്യത ഉള്ളത്. അതുപോലെ തന്നെ അവിടുത്തെ 3ാമത്തെ ചാപ്റ്റർ മണി ആൻഡ് ബാങ്കിങ് ആണ്. പണവും ധനകാര്യവും 7.5 മാർക്കിൻ്റെ ചോദ്യം കാണുന്നുണ്ട്. 7.5 മാർക്കിൻ്റെ ചോദ്യമാണ് മണി ആൻഡ് ബാങ്കിങ്ങിൽ നിന്നുണ്ടാവുക. അതുപോലെ മറ്റൊരു ചോദ്യമാണ് ഇൻകം ഡിറ്റർമിനേഷൻ വരുമാന നിർണ്ണയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 7.5 മാർക്കിൻ്റെ ചോദ്യം തന്നെ കാണുന്നുണ്ട്.
അതുപോലെ ഗവൺമെൻറ് ബജറ്റ് ആൻഡ് ദ ഇക്കോണമി, ഗവൺമെൻറ് ബജറ്റും സമ്പദ് വ്യവസ്ഥയും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, 5ാമത്തെ ചാപ്റ്ററാണിത്. 5ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് 8.25 മാർക്കാണ് ചോദ്യം കാണുന്നത്. അവിടെ നമുക്ക് ചാർട്ടൊക്കെ വരച്ച് കാണാനുള്ള കാര്യങ്ങളുണ്ട്. ചാർട്ട് വരച്ച്, അതായത് ഗവൺമെൻറ് ബജറ്റിൻ്റെ ഉറവിടങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോ ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഗവൺമെൻറ് ബജറ്റ് ആൻഡ് ദ ഇക്കോണമി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 8.25 മാർക്കാണ്. അതുപോലെ ലാസ്റ്റ് ചാപ്റ്റർ ഓപ്പൺ ഇക്കോണമി ആൻഡ് മാക്രോ ഇക്കണോമിക്സ്, തുറന്ന സമ്പദ് വ്യവസ്ഥയും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും എന്ന് പറയുന്ന ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് 6.25 മാർക്കാണ് അവിടെ ചോദ്യം വരുന്നത്. ഓക്കെ, ഓപ്പൺ ഇക്കോണമി ആൻഡ് മാക്രോ ഇക്കണോമിക്സിൽ നിന്ന് 6.25 മാർക്കാണ് അവിടുന്ന് ചോദ്യം കാണുന്നത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് എന്ന് പറയാം. മൈക്രോ എക്കണോമിക്സിൽ നിന്ന് 2ാമത്തെ ചാപ്റ്റർ തിയറി ഓഫ് ദ കൺസ്യൂമർ ബിഹേവിയർ 15 മാർക്കിന്, 3ാമത്തെ ചാപ്റ്റർ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് 13.25 മാർക്കിന്, 4ാമത്തെ ചാപ്റ്റർ തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ 11.25 മാർക്കിന്, അതുപോലെ മാർക്കറ്റ് ഇക്വിലിബ്രിയം 7.5 മാർക്കിന്. ഇതാണ് മൈക്രോ എക്കണോമിക്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. അതുപോലെ നമ്മൾ മാക്രോ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് 2ാമത്തെ ചാപ്റ്ററാണ്. നാഷണൽ ഇൻകം അക്കൗണ്ടിങ് 12.5 മാർക്കിന്, മണി ആൻഡ് ബാങ്കിങ് 3ാമത്തെ ചാപ്റ്റർ 7.5 മാർക്കിന്, ഇൻകം ഡിറ്റർമിനേഷൻ 4ാമത്തെ ചാപ്റ്റർ 7.5 മാർക്കിന്, ഗവൺമെൻറ് ബജറ്റ് ആൻഡ് ദ ഇക്കോണമി 8.25 മാർക്കിന്. ഓക്കെ, അപ്പോൾ ഇത്രയും മാർക്കുകൾ കൃത്യമായിട്ട് ചോദ്യം എന്തായാലും വരും. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും ഏതൊക്കെ ചോദ്യങ്ങൾ ആണ് പഠിക്കേണ്ടത്, അത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ നെക്സ്റ്റ് വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുക. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ക്ലാസ്സുകൾ മുൻപേ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും മുന്നത്തെ വർഷമൊക്കെ വീഡിയോകൾ കാണാൻ സാധിക്കും. പലരും ചോദിക്കുന്നു, പഴയ വീഡിയോ പഠിച്ചാൽ മതിയോ, പഴയ വീഡിയോയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പഴയ വീഡിയോ തന്നെയാണ്, അല്ലെങ്കിൽ അവിടെ പറഞ്ഞ ആ ടോപ്പിക്കുകൾ അതേ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഈ വർഷവും പഠിക്കാനുള്ളത്. അതിൽ മാറ്റമൊന്നുമില്ല. അവിടെ പറഞ്ഞത് തന്നെയാണ് വീണ്ടും നമുക്കിനി എടുക്കാന്നുണ്ടെങ്കിൽ പറയേണ്ടതുള്ളത്. അപ്പോൾ അത് പഠിച്ചാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തായാലും അവയുടെയൊക്കെ ലിങ്ക് ഞാൻ ഇനിയുള്ള വീഡിയോകൾ, അതായത് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ അതിൽ ഞാൻ അതിൻ്റെ പഴയ വീഡിയോകളുടെ ലിങ്ക് ഉൾപ്പെടുത്താം, നിങ്ങൾക്ക് കാണാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഇത് നിങ്ങളുടെ കൈവശം നോട്ട് ബുക്ക് ഉണ്ടെങ്കിൽ അതിൽ അടയാളപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. എക്കണോമിക്സ് പ്രത്യേകിച്ച് പ്ലസ് ടുവിന് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് എക്കണോമിക്സ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ കിട്ടുന്ന സമയം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഉപകരിക്കും എന്നാണ് കരുതുന്നത്. തീർച്ചയായും ഉപകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ല് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. തുടർന്നുള്ള വീഡിയോകൾ കിട്ടാനത് നിങ്ങളെ സഹായിക്കും. മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.